കുറേ നാളായിട്ട് എനിക്ക് വരുന്നൊരു കമൻ്റ് ആയിരുന്നു, എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. ഒരുപാടൊന്നും ഇല്ല, അതൊക്കെയാണ് പിന്നെ കാണിക്കാൻ മടിച്ചത്. ഒരാളായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കും, കാണിക്കുന്നില്ലല്ലോ, ചോദിച്ചിട്ട് ഇത്രയും നാളായിട്ടൊന്നും കാണിക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഇന്നങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഉണ്ട് കേട്ടോ. ഇത്രയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അത് ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടുന്നതാണ് ഈ ഒരു കമ്മൽ. വീഡിയോസിനകത്തൊക്കെ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേത് ഞാൻ ഡെയിലി വെയർ ആയിട്ട് നമ്മളിപ്പം വ്ളോഗൊക്കെ എടുക്കുമ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കമ്മൽ ഞാൻ ഈ ബംഗാളി ഇത് കൂടുതലും ബംഗാളി ചേട്ടന്മാരുടെ നിന്ന് മേടിച്ച കമ്മലാണ്. 30-40 ആ ഒരു റേഞ്ചിലുള്ള കമ്മലാട്ടോ ഇതെല്ലാം. ഇതെനിക്ക് അനിയത്തി കൊണ്ട് തന്നെയാണ്. പക്ഷേ ആദ്യം കാണിച്ചത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന സമയത്ത് മേടിച്ച. ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ ഒരു 3-4 സെറ്റ്, 3-4 ഒരു 4-5 സെറ്റ് മേടിച്ചായിരുന്നു. പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ഇതൊരു കമ്മൽ മാലയായിട്ടുള്ളൊരു സെറ്റായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവമായിരുന്നു. ഇതും ട്രിവാൻഡ്രത്ത് നിന്ന സമയത്ത് മേടിച്ചതാണ്. ഇതിൻ്റെ എല്ലാം റേഞ്ച് ആട്ടോ 35-40 ആ റേഞ്ചാണ്. ഇതും അതേപോലെ ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ മേടിച്ചാണ്. ഇതും ട്രിവാൻഡ്രത്ത് നിന്നപ്പോൾ മേടിച്ചാണ്. ഇത് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്. അതും ആ റേഞ്ചാണ്. പിന്നെ ഈ 2 കമ്മൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞൊരു വ്ളോഗിനകത്ത്. ഇത് ശാലു ഇപ്പം എനിക്ക് വന്നപ്പം കൊണ്ടു തന്നെയാണ് ജിമിക്കി കമ്മൽ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജിമിക്കി എനിക്ക് ചിറ്റ വന്നപ്പം കൊണ്ടു തന്നെയാണ്, മധുരയിൽ നിന്ന് വന്നപ്പം. ഇതെനിക്ക് അമ്മ കൊണ്ടു തന്നൊരു കമ്മലാണ്. നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് അതൊന്നും അല്ല കേട്ടോ, നല്ല റേറ്റ് ഉള്ള കമ്മലാണ്. കാരണം നല്ലൊരു ക്വാളിറ്റിയും ഒരു മെറ്റീരിയലൊക്കെയാണ് അതിനകത്ത്. പിന്നെ ഈ 2 ആ റിങ്ങും അതും എനിക്ക് 10-20 രൂപയും കണ്ടേ ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് ഈ ഒരു ജിമിക്കി എന്ന് വെച്ചാൽ റെഡിൻ്റെ ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്തതായിരുന്നു കേട്ടോ. അതിന് നല്ലൊരു റേറ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും റേറ്റ് ഉണ്ട്, പക്ഷേ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയലായിരുന്നു. പെട്ടെന്ന് അത് ഒരു വട്ടം ഇട്ടപ്പോഴേ അതിന് കളർ ഫെയ്ഡായിപ്പോയി. ഇതെന്നെ കെട്ടിയോൻ എനിക്ക് വാങ്ങിച്ചെന്ന കമ്മലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലായിരുന്നു ഇത്. പക്ഷേ ഒടിഞ്ഞു പോയി കേട്ടോ. ഈ കമ്മൽ കണ്ടപ്പോഴായിരുന്നു ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇയറിങ്സിൻ്റെ കളക്ഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചത്. അതിന് പക്ഷേ അത് ഒടിഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. വീട്ടിൽ വെച്ചാൽ നമ്മൾ വ്ളോഗൊക്കെ എടുക്കാൻ നേരത്തെ ഇതൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന കമ്മലുകളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഈ ജിമിക്കി ഇതെല്ലാം ഞാൻ ഇതുകൂട്ട് നമ്മുടെ ബംഗാളി ചേട്ടന്മാരിൽ നിന്ന് മേടിച്ച കമ്മലുകളാട്ടോ. ഇതെനിക്കൊരു ചേച്ചി ഇതുകൂട്ട് അപ്പുറത്തെ ഒരു വീട്ടിൽ ചേച്ചി കൊണ്ട് തന്നെയാണ്. ഇതും 10ൻ്റെ കമ്മലായിരുന്നു. ഇത് പിന്നെ എൻ്റെ അനിയത്തിയുടെ കമ്മലാണ്. ഇവിടെ കിടന്നപ്പോൾ ഞാനത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഇയറിങ്സ് കളക്ഷൻ എന്ന് പറയാൻ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇടാൻ വൈകി എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ആളുടെ ഫോണിൽ നിന്ന് പിന്നെ എൻ്റെ ഫോണിലോട്ട് വീഡിയോസ് കയറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഞാൻ ഇടുന്ന കമ്മലുകളൊക്കെ അവിടേക്ക് ഇങ്ങനെ ഊരി വെക്കും കേട്ടോ. പിന്നെ അതൊക്കെ നോക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അത്രയും നേരം ഞാൻ അവിടെ നിന്ന് നോക്കിയെടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് പിന്നെയും ബാക്ക് പെയിനൊക്കെ കൂടും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ശാലു വന്നതിന് ശേഷം അവളെയും കൊണ്ടാണ് ഇതെല്ലാം നോക്കിച്ചെടുത്ത് പിന്നെ ഇതെല്ലാം അടുക്കി പറക്കൊക്കെ വെച്ചത്. ഇതിനകത്ത് ഇനിയും മിസ്സിങ് ആണ് കമ്മലുകൾ, എവിടേക്കാണെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ ഉള്ളത് കൊണ്ടും കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ, സീ യു.